നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ നടിയെ ലൈംഗികമായി ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. കുറ്റാരോപിതനും കേസിലെ 8ാം പ്രതിയുമായ നടൻ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് രഹസ്യ വിചാരണ പൂർത്തിയാക്കി വിധി പറഞ്ഞിരിക്കുന്നത്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായ സംഭവത്തിൽ പൾസർ സുനി 1ാം പ്രതിയായി കേസിൽ ആകെ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ആദ്യ 6 പ്രതികളെയാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്കുള്ള ശിക്ഷ പിന്നീട് പ്രഖ്യാപിക്കും. നടൻ ദിലീപ് ഈ കേസിൽ 8ാം പ്രതിയായിരുന്നു. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കേസിൽ 8 വർഷത്തിന് ശേഷമാണ് വിചാരണ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. വിചാരണ നടപടികൾ പല ഘട്ടങ്ങളിലും തടസ്സപ്പെട്ടു. 7 വർഷവും 7 മാസവുമാണ് വിചാരണ നീണ്ടത്. കോവിഡ് മഹാമാരിയും 2 പ്രോസിക്യൂട്ടർമാരുടെ രാജിയും വിചാരണ വൈകാനിടയാക്കി. കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളുടെ എല്ലാം ജാമ്യം റദ്ദാക്കുകയും ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. സിനിമാ രംഗത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ നടൻ ദിലീപ് ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിന് തന്നെ തിരശ്ശീല വീണേന്. 85 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ദിലീപ് ജാമ്യത്തിൽ തുടരുകയായിരുന്നു. സിനിമാ മേഖലയിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും പഴയൊരു പ്രതാപം തിരിച്ചുപിടിക്കാൻ ദിലീപിന് കഴിഞ്ഞിരുന്നില്ല. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്ത് കൊട്ടേഷൻ നൽകിയ കേസ് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ നിലപാട്. FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഈ കേസ് ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെടുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് പരാതിക്കാരുടെ അഭിഭാഷകയായ TB മെനി പ്രകടിപ്പിച്ചിരുന്നത്. ഗൂഢാലോചനയുൾപ്പെടെ മുഴുവൻ കാര്യങ്ങളിലും ആവശ്യമായ തെളിവുകളെല്ലാം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കോടതി സ്വീകരിച്ച് പ്രതികളെ ശിക്ഷിക്കണം എന്നാണ് ആഗ്രഹമെന്ന് TB മിനി പറഞ്ഞിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 1ാം ഘട്ട പോളിംഗിന് മണിക്കൂറുകൾക്ക് മുമ്പ് വരുന്ന കോടതി വിധി തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ ഇടയുണ്ട്. നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ ശക്തമായ നടപടി സ്വീകരിച്ച സർക്കാരിന് ആശ്വാസം പകർന്നേനെ കോടതി വിധി. ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ കേരളവും കോടതി വിധിക്കായുള്ള നീണ്ട കാത്തിരിപ്പിലായിരുന്നു. 2017 ഫെബ്രുവരി 17 അങ്കമാലിക്ക് അടുത്ത് വെച്ച് നടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നത്. തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന യുവനടിയെ കാർ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. 1ാം പ്രതി പൾസർ സുനി അതിക്രമ വേളയിൽ തന്നെ ഇതൊരു കൊട്ടേഷനാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഈ സംഭവം ഗൂഢാലോചനയിലേക്കുള്ള സൂചനയുമായി. നടിയുമായി ശത്രുതയിലായിരുന്ന നടൻ ദിലീപിന് നേരെ അന്ന് തന്നെ സംശയം ഉയർന്നിരുന്നു. പിന്നീട് പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചതും അന്വേഷണത്തിൽ നിർണായക സൂചനയായി. ഇതേ തുടർന്നാണ് നടൻ ദിലീപിനെ ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തി 13 മണിക്കൂർ ചോദ്യം ചെയ്തത്. തുടർന്ന് 2017 ജൂലൈ 10 അറസ്റ്റ് ചെയ്ത് 85 ദിവസത്തെ ജയിൽവാസത്തിനൊടുവിലായിരുന്നു ദിലീപിന് ജാമ്യം ലഭിച്ചത്. പിന്നീട് ഈ കേസിൽ അസാധാരണമായ നിരവധി സംഭവങ്ങളുണ്ടായി. പ്രതിയായി ദിലീപ് 50ലേറെ തവണയാണ് വിവിധ ഹർജികളുമായി വിവിധ കോടതികളെ സമീപിച്ചത്. വിചാരണ നടപടികൾ വൈകുന്നതിന് ഇതൊരു കാരണവുമായി. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന P. സുരേഷൻ രാജിവെക്കുകയും അഡ്വക്കേറ്റ് അനിൽകുമാർ പുതിയ പ്രോസിക്യൂട്ടറായി ചുമതലയേൽക്കുകയും ചെയ്തു. താമസിയാതെ അനിൽകുമാറും രാജിവെച്ചതോടെ അജയ്കുമാറാണ് നിലവിൽ പ്രോസിക്യൂട്ടറായി പ്രവർത്തിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനുമായി 8ാം പ്രതിയായി ദിലീപ് ഗൂഢാലോചന നടത്തി എന്ന സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ദിലീപും സഹോദരൻ അനൂപ് ഉൾപ്പെടെ 6 പ്രതികൾക്കെതിരെ പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്ത് 9 വർഷം പൂർത്തിയാകാൻ 72 ദിവസം മാത്രം അവശേഷിക്കെയാണ് അസാധാരണമായ കേസിൽ ദിലീപ് നിരപരാധിയാണെന്നും തെളിവില്ലെന്നും കണ്ട് കോടതി ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത്.